ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈഷുവിന് ഇൻട്രോ പറയണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വൈഷുവിടെ ഉണ്ട്. വൈഷുവിനെ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് വൈഷു ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാ ഇങ്ങോട്ട് മാറിയിരുന്നേ, ഇവിടെ ആദ്യം കാണിക്കട്ടെ. ഗുഡ് മോർണിംഗ്. പാലിതവരെ കുടിച്ചില്ല. പോയി പല്ലി വെക്കാം ആദ്യം ചെല്ല്. ഇതാണ് നമ്മുടെ വൈശിക, കണ്ടില്ലേ? രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കാണ് രണ്ടുപേരും കൂടി. എന്നിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് നിന്ന്. ബാ പാല് കുടിക്കാം, ബാ. രാവിലെ എന്ത് എക്സസൈസ് ആണോ? എന്തെങ്കിലും പറ. പൊട്ടിച്ചിരിക്കുന്നു. കൊച്ചിന്റെ വയറ്റത്തിപ്പോ എത്ര അടി അടിച്ചടി? ഇവിടെ എന്താ നിങ്ങളെ സ്കിറ്റ് കളിക്കുന്നോ? ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ വെക്കാം. പാല് തരാന്നെങ്കിൽ ഈ വീഡിയോയിലേക്ക് പോവാം. പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇഡ്ഡലി സാമ്പാറും തിന്നാം. നമുക്ക് പാലൊഴിക്കാം. പാൽ എനിക്ക് വേണ്ടി വൈശിക പാല് കുടിച്ചു, നീ കുടിക്കാനുള്ള. നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ഇതിനകത്തോടെ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇടാം. മതിയോ? ഫുള്ള് കുടിക്കേ. ഉലുവ ഇടാം. നമ്മളപ്പോൾ ഇത്രയും മുളക് പൊടി എടുക്കും കേട്ടോ. നമ്മൾ കുഞ്ഞുവാവകൾ കഴിക്കുന്ന ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടി. ഇനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇച്ചിരി തോനെ ഇടും കേട്ടോ. മല്ലിപ്പൊടി എരിയാണോ? മല്ലിപ്പൊടി എരിയില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി. നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞ് ഷേക്ക് കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാലൊഴിക്കാം. ഇതിനകത്തോട്ട്
നമ്മൾ ഏത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് പഞ്ചാര ഇട്ട് കൊടുക്കാം. പഞ്ചാരയല്ല, പഞ്ചസാര. 2 കുറച്ചുകൂടി. ഇനി നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അരയേണ്ടവർക്കാണെങ്കിൽ കണ്ടിച്ചിട്ട് കൊടുക്കാം. കടിക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ മുഴുവനായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്ക് വൈശുവിനെ പോയി എടുക്കാം. അത് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ തണ്ണിമത്തനുണ്ട്. നമ്മുടെ വാവയ്ക്ക് കൊടുത്തേ കേട്ടോ. ഇത് പച്ച ആയതുകൊണ്ട് പഞ്ചാരയൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തത്. ഇതെന്തെങ്ങനെ ആയിപ്പോയേ? നോക്കി പിടിക്കാൻ എന്താ? നമ്മൾ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളമാണ് കേട്ടത്. നമ്മളിവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈശുവിനെ ഏട്ടൻ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ വേണ്ടി പോയാൽ മതി. നമ്മുടെ രാവിലത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിച്ചു. ഇനി എനിക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. വേറെ പണിയൊന്നുമില്ല. വൈഷു ഡ്രസ്സൊക്കെ ഇട്ടിന് റെഡിയാക്കിയാൽ മതി. മേക്കപ്പ് ഇട്ടാൽ മതി. പാൻ്റൊക്കെ ഇട്ടോ? ഓ അടി ജീൻസൊക്കെ ഇട്ട് എന്തുവാ? വൈശുവിന് ഭയങ്കര ആഗ്രഹം അടിയിൽ ജീൻസ് ഇട്ടു, ഫ്രോക്കിൻ്റെ അടിയിൽ. എന്തിയാ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് പൊക്കേ? കൊള്ളാം. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ മിക്ക പിള്ളേരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടതാണ്, കുഞ്ഞ് ഫ്രോക്ക് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ പാൻറ് ഇട്ടിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളിക്കാരി, ഇവർക്ക് പക്ഷേ ഫുൾ വലിയ ഫ്രോക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഇടണമെന്ന്. ഇത് പിന്നെ പുറത്ത് കാണത്തില്ല, പൊക്കി പിടിക്കുകയാണെങ്കിലേ കാണുള്ളൂ. നല്ല വൃത്തിയോടൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഹലോ ഗായ്സ്, വീഡിയോ എടുക്കുന്നു. രണ്ടിനെ ഇപ്പം ഞാൻ ഓടിക്കും കേട്ടോ. കണ്ണൂടങ്ങ് എഴുതട്ടെ? ഞാൻ എഴുതത്തില്ലായിരുന്നോ? അവിടെ ഇവിടെ എല്ലാം കരി പറ്റി. കണ്ണുമായി ഇടയ്ക്ക് ബുക്ക് അടിക്കാൻ പൊടിയാണ് അടിക്കാൻ പറ്റിയ. നിങ്ങളൊക്കെ എന്നെ അടിക്കുന്നുണ്ട്, അതല്ലേ ഞാൻ പറയുന്നത്. ഞാനെപ്പോ അടിച്ചു? നിന്നെ അടിച്ചു വന്നു ഞാൻ? എന്നേ കടന്നങ്ങ് അടിക്കുമല്ലേ അച്ചായും അമ്മയൊക്കെ. നേരത്തെ കടന്ന് ഇവളെന്നെ എന്തൊക്കെയോ കളഞ്ഞു. പിച്ചിന്ന് തെള്ള ഇടുന്നു, അപ്പുറത്തോട്ട് ഇപ്പുറത്തോടെ വെള്ള ഇടുന്നു. ആര്? ഐശിക നീ കിടക്കുന്നു. അവളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളല്ലല്ലോ.
ഈ കമ്മലിടാ ഇങ്ങനെ നീങ്ങിയില്ലേ? റെഡ് കളറുള്ള ലിപ്സ്റ്റിക്. മേളിൽ പിങ്ക് കളർ കേട്ടാ. അതെന്തോ 2 കളറാണ് ഇടുന്നത് ലിപ്സ്റ്റിക്. എനിക്ക് വേണം നടണ്ട. പിങ്ക് പിങ്ക് മേളിൽ പിങ്ക്. അടച്ചു പോവാ. നീ ഇങ്ങനെയൊക്കെയാ അവിടെ മറ്റിയ കണ്ണാടി പെടുന്നു. ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കട്ടെ. ഇങ്ങോട്ട് നിങ്ങൾ കൈ താത്തട്ടെ. ഓക്കെ, അപ്പം അത് സെറ്റായി. ഇന്നലെയല്ലേ പറഞ്ഞ പണി അതുകൊണ്ട് സുന്ദരിയായി. നമുക്കപ്പോൾ ഇഡലി തിന്നാം. അമ്മ തിന്നു, ഞാൻ പിടിച്ചോട്ടെ. എന്താ പിടിച്ചു തരാം. ഇഡലി സാമ്പാർ. അപ്പോൾ നമ്മുടെ വൈശു ഏട്ടനും പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കഴുകാവുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ പോവാണ് കേട്ടോ. വൈഷുവും ഏട്ടനും പോയി. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഫുഡ് കഴിക്കാം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു കേട്ടോ. കൊള്ളാം അല്ലേ ബാവേ? മോളെന്തോ തിന്നുന്നത്? വൈശയുടെ ഇഡ്ഡലി തിന്നുന്നു, അതിൻ്റെ കൂടെ അച്ചപ്പവും തിന്നുന്നു. നമ്മൾ അപ്പച്ചി തിന്നെ പോവാ. അപ്പോൾ വൈശുവിൻ്റെ ഇന്നത്തെ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് ക്ലാസ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കളിയുമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കൂടി അത് ആഘോഷപൂർവ്വമാക്കുകയാണ്. 3-4 ദിവസം കൊണ്ട് എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാം എല്ലാം കഴിഞ്ഞു, ഫ്രീ ആയി. അപ്പോൾ അങ്ങനെ സ്കൂൾ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി 2 മാസം എന്താകുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടുപേരും കൂടി എന്നെ ജീവനോടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വീഡിയോയിൽ കാണാം കേട്ടോ. അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വൈകിട്ട് വൈശുവിനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ശരിക്കും ഞാൻ മറന്നുപോയി കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്, ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കുന്നത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതൊക്കെ ഞാൻ മറന്നുപോയി. വൈശുവിനെ വിളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഫോൺ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ മിസ്സായി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അവർ കളിച്ച സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ കുറേ നേരം ആയില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവരും പോയി കേട്ടോ. ഇനി കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുവച്ചിട്ട് എൻ്റെ കൂടെ എന്തായാലും വന്നു കേട്ടോ ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ വാവ എന്നെ വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. സഹായമല്ല ശരിക്കും, ഇത് വേറെ എന്തോ സംഭവമാണ്. പക്ഷേ എനിക്ക് സഹായം എന്ന് പറയാനാണ് ഇഷ്ടം. അപ്പോൾ എന്നെ വാവ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈശു ഇവിടെ കിടന്ന് ഫോണ് കാണുകയാണ് കേട്ടോ. പൊട്ടിക്കാൻ പോവാ, സെറ്റ് ആകട്ടെ എന്നിട്ട് പൊട്ടിക്കാം. നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മളൊരു റീൽ എടുക്കാൻ പോവാണ് കേട്ടോ. അൺബോക്സിങ് വീഡിയോ. ഇതാണ് സംഭവം.
റീല് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് എന്താണെന്ന് കാണിച്ചു തരാം പൊട്ടിച്ചാ? കേട്ടോ. പിടി. ഇപ്പോഴല്ലേ വീഡിയോ എടുക്കുമ്പോഴാണ് പൊട്ടിക്കുന്നത്. അമ്മ കറണ്ട് വയസ്സ് സൗണ്ട് കുറച്ച് നന്നായിട്ട്. ഗായ്സ് ഇവിടെ കറണ്ട് പോയിരിക്കുന്നു. ഗായ്സ് ഇവിടെ കറണ്ട് പോയിരുന്നിട്ട് വന്നു ഗായ്സ്. ആ ശബ്ദം കേട്ടു. വൈശിന്റെ അടുത്ത് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഉടുപ്പ് നിക്കറ് ഊരല്ലേ എന്ന് പറഞ്ഞു. അവള് കേട്ടില്ലല്ലോ ഊരിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട് പോടിപ്പോയിട്ട്. അയ്യോ അമ്മച്ചി ഉടുപ്പ് എന്ത് ചെയ്യുന്നത് നിക്കറത്തെ ഓട് കൊണ്ടുവന്ന് ഇട്ടതാ. അങ്ങനെ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പ്, മറ്റേ കുറച്ച് പാടാം. പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പ് നമുക്ക് വീഡിയോ എടുക്കാം. പൊട്ടിക്കാൻ പോവാ മാറും. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇരുന്നിട്ട് വേറെ സ്ഥലമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല. അപ്പൊ ഞാൻ റീലെടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് എന്താണെന്ന്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കമ്മലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കമ്മലാണ്. കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നി, പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോഴും കുറച്ച് വലുതായിരുന്നു. എന്നാലും ഞാൻ ഇത്രയും വലുതായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യത്തിനൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കാത് ചിലപ്പോൾ ഞാന്ന് പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇടാൻ വേണ്ടി നല്ലതാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നല്ല വെയിറ്റാണ് കേട്ടോ. കാത് ചിലപ്പോൾ ഞാന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ഇട്ട് ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സാധനം പൊളിയാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഒരുവിധം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല കളറുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.